ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഒരു മരച്ചിനി കപ്പ കറിയും മീൻ കറിയും കൂടെ വയ്ക്കാവേ. കപ്പ ഞാൻ തൊലിച്ച് ചെറുങ്ങനെ അരിഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അരിയുന്നതല്ല, കൊത്തിയെടുത്ത് കഴുകി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് വെന്ത് ഊറ്റിയെടുത്തു. ഇനി അരപ്പ് അതിലിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പ്, ഇത്രയും സാധനം കൂടെയാണ് അരപ്പിനുള്ളത്. ഉപ്പും കൂടി ഞാൻ അതിൽ കൂടി തന്നെ, കല്ലുപ്പായതുകൊണ്ട് അതിൽ കൂടി തന്നെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കണ്ടി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, തേങ്ങ, കറിവേപ്പ്, ഉപ്പ്, ഇത്രയും കൂടെയാണ് ഞാൻ അതിനകത്തിട്ടത്. പച്ചമുളകോ വറ്റൽമുളകോ പൊടിയോ ഒന്നും ഞാനതിൽ യൂസ് ചെയ്യത്തില്ല. മരിച്ചിനിയിൽ ഞാൻ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ നല്ലപോലെ കുഴച്ചിട്ട് നല്ല വെണ്ണ പോലെ ആകുന്ന മരിച്ചിനിയാണ് കേട്ടോ അത്. നമ്മളിവിടെയൊക്കെ മരിച്ചിനി എന്നാണ് പറയുന്നത്. ട്രിവാൻഡ്രമാണ് നമ്മൾ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മരിച്ചിനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കൊഴിയാള മീനാണ്, സാധാരണ നാടൻ കൊഴിയാള മീനാണ് കറിയാക്കുന്നത്. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിൽ ഒരു ടീസ്പൂണാണ് ഉലുവപ്പൊടി ഇട്ടു. മുളക് പൊടി ഞാൻ ഇതൊരു 3 ടീസ്പൂണിൽ കൂടുതൽ ഇടുന്നുണ്ട്. അത്ര എരിവില്ലാത്ത മുളക് പൊടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഞാൻ അതിലിട്ടിട്ടുണ്ട്. ഒത്തിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും കുറച്ചൊന്ന് മൂത്താൽ മതി. നമ്മൾ വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാണ്, കുറച്ച് മൂത്താൽ മതി. പച്ച ചുവ ഒന്ന് മാറി കിട്ടിയത്. പുളി പുളി പിഴിഞ്ഞ് ഞാൻ അതിലൊഴിക്കുകയാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉള്ള പുളി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു തേങ്ങയുടെ മുക്കാൽ മുറി ഞാൻ തിരുമിയിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ വെള്ളം കൂടി, ജാറ് കഴുകി ഒഴിച്ച വെള്ളം കൂടെയാണ് ഇപ്പോൾ ഒഴിച്ചത്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കത് ലൂസാക്കാം. എത്രത്തോളം നിങ്ങൾക്ക് ലൂസാക്കുന്നത് ഇഷ്ടമുണ്ടോ അത്രത്തോളം നമുക്ക് വെള്ളം ഒഴിച്ചത് ലൂസാക്കാം. അരപ്പ് തേങ്ങ അരച്ചതാണിത് കേട്ടോ. അതിൽ ഒരു തക്കാളിയും 3 പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ ഇളക്കി. ഉപ്പ് ഞാൻ അതിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചിട്ടില്ല, അത് മറന്നുപോയി. ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. ഇതിലിനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാവേ. സാധാരണ നാടൻ കോഴിയാളയില്ലേ, അതാ, വേറെ കണ്ണൻ കോഴിയാൾ അങ്ങനത്തെ ഒന്നുമല്ല. അതിൻ്റെ ചെറിയ മീനാണത്. നല്ലവണ്ണം തിളച്ച് ചാറ് കുറുകി വരട്ടെ. അതുവരെ നമുക്കത് തിളയ്ക്കാന് വറ്റണം. ഒരുപാട് വറ്റണ്ട, ഇച്ചിരി. ഇത് കപ്പയും കൂടെ കൂട്ടി കഴിക്കാനാണല്ലോ, അപ്പോൾ അധികം കുറുകി വരണ്ട. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കുറുക്കിയെടുക്കാം നമുക്കത്. കറിയായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് കറിയാക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറി വേണ്ട, നല്ല എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ തവിയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് കപ്പയും മീൻകറിയും കൂടെ നിങ്ങൾക്ക് വിളമ്പി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി കപ്പയും നല്ല വെണ്ണ പോലെ വെന്ത കപ്പയാണ്. കപ്പയും നമ്മുടെ കൊഴിയാള മീൻ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതായിട്ട് നല്ല വെരി ടേസ്റ്റി. കണ്ടാൽ തന്നെ അറിയാമല്ലേ, ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും?